പടന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ഭരണസമിതിയുടേത് ഏകപക്ഷീയമായ തീരുമാനങ്ങളാണെന്നും തങ്ങളെ അവഗണിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു UDFന്റെ ബഹിഷ്കരണം. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പ്രസിഡന്റും LDF അംഗങ്ങളും ചേർന്ന് രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും അതേസമയം തന്നെ തങ്ങളോട് തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നതെന്നും ആരോപിച്ചാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി അനുവദിച്ച 6 മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിലെ കാലതാമസമാണ് പ്രധാനമായും UDFന്റെ പ്രതിഷേധത്തിന് കാരണമായത്. ആവശ്യമായ സൈറ്റ് പ്ലാനുകൾ ലഭിച്ചിട്ടും ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് തടയാൻ പ്രസിഡന്റ് ബോധപൂർവം ശ്രമിക്കുന്നതായും അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ആ ഫണ്ടുകളൊക്കെ കൃത്യസമയത്ത് തന്നെ ആ ഒരു സെമിനാറിൽ അവതരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അന്തിമപട്ടിക വരുമ്പോൾ വലിയ വ്യത്യാസം കാണിച്ചുകൊണ്ട് UDFന്റെ മെമ്പർമാരെ വളരെ കുറഞ്ഞ നിലയിലും അതുപോലെ LDFന്റെ മെമ്പർമാർക്ക് വലിയ തോതിലും ഇന്ന് സുമാർ 81 ലക്ഷം ഉറുപ്പിക UDFന്റെ മെമ്പർമാർക്ക് അനുവദിച്ചു തരുന്നപ്പോൾ 1,24,00,000 യഥാർത്ഥത്തിൽ LDFന്റെ അംഗങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തു. തീർച്ചയായും കച്ചവടപരമായ കാര്യമായതിൻ്റെ പേരിൽ അന്ന് തന്നെ ആ യോഗത്തിൽ വെച്ച് നമ്മളത് ഒരു വിയോജനക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലപാട് തുടർന്നാൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ K. ഹസൈനാർ കുഞ്ഞി ഹാജി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.